50 നോമ്പ് 50-ാം തിരുനാളിന് 5-ാം വാര വചന ശുശ്രൂഷ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു എന്നത് ക്രൈസ്തവ വിശ്വാസ പ്രമാണത്തിലെ സുപ്രധാന ഘടകമാണ്. മതബോധനത 150 പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: വിശ്വാസം എന്നത് ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ്. ഈ നിർവചന പ്രകാരം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്നത് അവിടുത്തെ സ്നേഹിക്കുക എന്ന് തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ വ്യക്തിപരമായി സ്നേഹിക്കുക വളരെ എളുപ്പമാണ്. കാരണം അവിടുന്ന് നമ്മിൽ തന്നെയാണ് വസിക്കുന്നത്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്നീ വചനങ്ങൾ ഇതാണ് വ്യക്തമാക്കുന്നത്. അതിനാൽ പിതാവിനെയും പുത്രനെയും എന്നതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെയും നാം വ്യക്തിപരമായി സ്നേഹിക്കണം. മതബോധന 259 അതിപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: ത്രിത്വത്തിലെ 3 വ്യക്തികളിൽ ഓരോരുത്തരുമായി കൈവരിക്കുന്ന ഐക്യമാണ് ക്രൈസ്തവ ജീവിതം മുഴുവനും. പരിശുദ്ധാത്മാവിനുള്ള നമ്മുടെ സ്നേഹബന്ധം പെട്ടെന്ന് തകരുന്നത് പാപം മൂലമാണ്. ജെറമിയ 13:17 നിങ്ങളുടെ അനുസരണക്കേടിനെ ചൊല്ലി എൻ്റെ ആത്മാവ് കരയും. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്നീ തിരുവചനങ്ങൾ ഇതാണല്ലോ വ്യക്തമാക്കുന്നത്. ആകയാൽ പ്രിയരെ, പരിശുദ്ധാത്മാവിലുള്ള നമ്മുടെ സ്നേഹ സാന്നിധ്യത്തെ പറ്റിയുള്ള അവബോധം നമുക്ക് ശക്തമാക്കാം. തൻ്റെ ഉദരത്തിൽ വഹിക്കുന്ന ഗർഭസ്ഥ ശിശുവിനെ പറ്റി ഗർഭിണിയായ അമ്മ രാവും പകലും ബോധവതിയാണെങ്കിൽ, ജനനം മുതൽ മരണം വരെ നമ്മിൽ തന്നെ ജീവിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റി അതിലെത്രയോ അധികമായി നാം അവബോധമുള്ളവരാകേണ്ടതാണ്. മുൻപൊരിക്കലും ഇല്ലാത്ത തരത്തിൽ പരിശുദ്ധാത്മാവിനെ ഗാഢമായും ആഴമായും വ്യക്തിപരമായും നമുക്ക് സ്നേഹിക്കാം. ദൈവത്തിൻ്റെ സ്തുതി.